നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, കർഷകർക്ക് സബ്സിഡി നിരക്കിൽ യന്ത്ര സാമഗ്രികൾ ലഭിക്കുന്ന പദ്ധതികളിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഡിസംബർ 31 ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ നമ്മളുടെ അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ സ്കീമിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് ഒന്ന് ഡോക്യുമെന്റ് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. അഡ്രസ് പ്രൂഫ്, അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി പ്രൂഫ്, അങ്ങനെ 2 രേഖകളുമായിട്ട് എത്തിച്ചേർന്ന് നമുക്ക് ഈ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ്. ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഈ മാസം അവസാന ആഴ്ചകളിലായിരിക്കും നടത്തപ്പെടുക. ജനുവരി മാസം 20-നും 30-നും ഇടയിലുള്ള തീയതികളിലായിരിക്കും പെൻഷൻ വിതരണം. ഇനി മുതൽ എല്ലാ മാസങ്ങളിലും ഏറ്റവും അവസാന ആഴ്ചകളോടെ ആയിരിക്കും പെൻഷൻ വിതരണം നടത്തപ്പെടുന്നത്. 2000 രൂപ വീതമാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തുക മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ ഈ സമയത്ത് സ്ത്രീ ഗുണഭോക്താക്കളോട് ആവശ്യപ്പെട്ടിട്ടുള്ള രേഖകൾ, അതായത് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ സമർപ്പിക്കേണ്ടതുണ്ട്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതേ സംബന്ധിച്ച് നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് നാളിതുവരെ, അതായത് പെൻഷൻ ലഭിച്ചു തുടങ്ങിയ നാൾ മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ ഇതുവരെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് നമ്മൾ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അവരാണിത് സമർപ്പിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് കൃത്യമായിട്ട് പഞ്ചായത്ത് എടുക്കുകയും അങ്ങനെയുള്ളവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് പൊതുവായിട്ട് ഇപ്പോൾ ഒരു രേഖാസമർപ്പണം, വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. ആനുകൂല്യം വാങ്ങുന്ന എല്ലാവരും ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് കാലാകാലങ്ങളിൽ ആവശ്യപ്പെടുന്ന രേഖകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ട് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ലിസ്റ്റിൽ ഇപ്പോൾ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ വ്യക്തികളുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പക്കലേക്ക് കൃത്യമായിട്ട് BLOമാർ ഹിയറിങ്ങിനുള്ള നോട്ടീസുകൾ കൈമാറും. അതുമാത്രമല്ല, നമുക്ക് കൃത്യമായിട്ട് ഏത് രേഖയാണ് ഇതിനു വേണ്ടി സമർപ്പിക്കേണ്ടത്, വോട്ടർ പട്ടികയിൽ പേര് നിലനിർത്തുന്നതിന് വേണ്ടി ഏത് രേഖയാണ് സമർപ്പിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഉദ്യോഗസ്ഥർ നൽകുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ അനുസരിച്ച് രേഖകൾ കൃത്യമായിട്ട് ഹാജരാക്കുന്ന കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, 2 തവണ മാത്രമാണ് ഇത്തരത്തിൽ ഹിയറിങ്ങിൻ്റെ ഇൻഫർമേഷനൊക്കെ പാസ് ചെയ്യുക. എന്നാൽ പട്ടികയിൽ നിന്ന് പേര് പോയി കഴിഞ്ഞാൽ അത് പിന്നീട് വീണ്ടും അത് തുടക്കം മുതലേ നമ്മൾ ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സമ്മതിദാന അവകാശമൊക്കെ വിനിയോഗിക്കാനുള്ള ഒരു പ്രധാന കടമ്പ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് കണക്കാക്കുകയും വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് BPL കാർഡുകൾ ഏകദേശം 1 ലക്ഷത്തോളം പുതിയ കാർഡുകൾ വിതരണം ചെയ്യുമെന്നാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ അറിയിച്ചിട്ടുള്ളത്. അതായത് നിരവധി ആളുകൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ മറ്റ് പെൻഷൻ പദ്ധതികൾ ഉൾപ്പെടെ മുൻഗണന നൽകി ലഭിക്കുന്നതായിരിക്കും. പടിപടിയായിട്ടായിരിക്കും അപേക്ഷകൾ സ്വീകരിക്കുക. ഡിസംബർ മാസം 31 വരെ സ്വീകരിച്ച അപേക്ഷകളിൽ കൃത്യമായിട്ട് ആനുകൂല്യ വിതരണം, അതായത് റേഷൻ കാർഡ് വിതരണം വളരെ വൈകാതെ ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. 8 ലക്ഷത്തിന് മുകളിൽ ഇതുവരെ അപേക്ഷകൾ വെച്ചിട്ടുണ്ട്. വളരെ വൈകാതെ ഈ തുകയുടെ വിതരണവും ആരംഭിക്കുന്നതായിരിക്കും. പ്രതിമാസം 1000 രൂപ വീതമാണ് ധനസഹായം ലഭിക്കുക. BPL കാർഡിലെ 35-നും അതോടൊപ്പം തന്നെ 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കായിരിക്കും അപേക്ഷ വെക്കാൻ അർഹതയുള്ളത്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.